How old are you? 36. 36? Yes. Okay, that'll be yeah, but she's 36. I don't think so. Yes. Basics in here, but age here is... Yes, I've seen. I've seen that. Yeah, but then we have this All right. age restriction. Make a note of it. Mr. Carl, here, see this. Yeah, that's an issue. Yeah. Policies have made to stick to that. Yes. A bit confusing. Quite some time, but I think we have a bit of a problem here, Mrs. Rajiv. Because definitely you are aware of the age bar we have for this job, and it's 35. But I am just 36. Of course. But once a rule is set, it's really not flexible. But my husband and daughter are going to Ireland. So if I do not have a job there, I will not be able to go. Because we cannot afford with only my husband's salary. We do understand your situation, Mrs. Rajiv, and we do empathize. But that's pretty much the only thing we can do. We are truly sorry. തോപ്പുംപടിയല്ലേ ഇറങ്ങേണ്ടത്? മാറിയ തോപ്പുംപടിയായ ഇനി 5-6 സ്റ്റോപ്പ് കൂടി ഉണ്ട്. അവിടെ പോയിരുന്നോ? തോപ്പുംപടിക്ക് ഇനി 5-6 സ്റ്റോപ്പ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. അച്ചപ്പത്തിന്റെയും കുഴലപ്പത്തിന്റെയും കച്ചവടമൊക്കെ നിർത്തിയോ? അതൊക്കെ ഇപ്പൊ ആർക്ക് വേണം കൊച്ചേ? എല്ലാരും ഇപ്പൊ അങ്ങ് ബേക്കറിയിലേക്കല്ലയോ. അതുകൊണ്ടെന്താ, ഓരോന്നിനും ഇപ്പൊ 35-ാമത്തെ വയസ്സിലല്ലേ ഷഷ്ടി പൂർത്തി. തിന്നുന്ന ഓരോന്നിനും മേലനങ്ങാൻ വയ്യ. ആരാ? ഇന്ത്യൻ പ്രസിഡന്റ്. ആണോ? പുള്ളിയെപ്പോ വന്നു? ഓ, അപ്പൊ അതിന്റെയാണ് ഈ ബ്ലോക്ക്. അപ്പൊ പത്രമൊക്കെ ഡെയിലി വായിക്കാറുണ്ടല്ലയോ? അല്ല, കഴിഞ്ഞ ദിവസം ആ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടല്ലോ. കൂടുന്നത് അനിയച്ചാരാണല്ലയോ? അല്ല, ഹസ്ബൻഡാ. അല്ല, തോപ്പുംപടി എത്താറായില്ലയോ? ഇതെന്ത് സാധനാന്നാ പറഞ്ഞത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്തോ? ഐസ്ക്രീമിൽ വരെ വയലൻസ് ആയി. നമ്മുടെയൊക്കെ കാലത്ത് ആകെ ഉണ്ടായിരുന്നത് ഒരു ജോയ് ഐസ്ക്രീമാ. അതും വർഷത്തിലൊരിക്കൽ ആരെങ്കിലും മേടിച്ച് തന്നാ തന്നു. ദേ, ഇത് കുറച്ച് എടുക്കട്ടോ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തീർക്കാൻ പറ്റില്ല. യോ, എനിക്ക് വേണ്ട. അമ്മയ്ക്ക് മടക്കുമ്പോൾ നിർത്തിക്കോ, ബാക്കി ഞാൻ തട്ടിക്കോളാം. ഞാൻ അവിടെ ഇരിക്കുന്ന ഫിഷ് ടാങ്ക് കണ്ടിട്ട് വരാം. റിയലി ക്യൂട്ട്. സൂക്ഷിച്ച്. പാവം. ഞാൻ കാരണം രാജീവിനും ഓഫീസിൽ അത്യാവശ്യം കളിയാക്കൽ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവുക. ഞങ്ങളെന്ന് വെച്ചാ? ഞാനും ലച്ചു. അവിടെ എന്ത് കാര്യമാണെങ്കിലും, സ്കൂളിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണെങ്കിലും അച്ഛനോട് പറയണം. അച്ഛൻ എത്ര തിരക്കാണെങ്കിലും. വേറെ സ്ഥല, വേറെ തരം കുട്ടികളാ.
അവർ പറയുന്നതാ ശരിയെന്ന് വിചാരിക്കരുത്. അച്ഛൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. അടിയിൽ വെച്ചിട്ടുണ്ട്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരണമെന്ന് വിചാരിക്കുന്നത് പോലെ വേറെ ആരും വിചാരിക്കില്ല. വേറെ ആരും. എനിക്കറിയാം അമ്മ. വീട്ടിൽ ഞാൻ സ്കൈപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറിയാലോ, ആദ്യത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ, പിന്നെ അമ്മ യൂസ്ഡ് ആയിക്കോളും. എന്തേലും സംശയം ഉണ്ടേ സെബാസ്റ്റ്യൻ സാറോട് ചോദിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കണം. ഞാൻ അമ്മ അടുത്തുനിന്ന് എസ്കേപ്പ് ചെയ്ത് പോവല്ല, ഞാൻ എൻ്റെ ഡ്രീംസിന്റെ പിന്നാലെ പോവാ. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അമ്മ എന്നോട് വഴക്കിടുമ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വോണ്ട് മിസ് യു. ചെന്ന ഉടനെ വിളിക്കാം. ആരാ നിങ്ങള്? എന്ത് ചെയ്യാ അവിടെ? ഇറങ്ങി പോണം. വർഗീസ് സീറ്റിന് പകരം വന്നയാള്? അതാരും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇറങ്ങണം. ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറാൻ പാടില്ല. ഇറങ്ങിയില്ലെങ്കിലോ? ഇറങ്ങിയില്ലെങ്കിൽ പോലീസ് ഒന്നിറക്കും. എന്നാ പിന്നെ അത് തന്നെ നടക്കട്ടെ അല്ലേ? നിങ്ങള് മോനെ, കമ്പ്യൂട്ടർ ലാബ് വേണോന്നുള്ള ഒറ്റയാളുടെ വാശിപ്പുറത്തുണ്ടായ ബിൽഡിംഗ് അത്. പോലീസ് കമ്മീഷണറും മാനേജ്മെന്റും വന്നിട്ട് എഴുന്നേറ്റിട്ടില്ല. മോൻ ചെല്ല്, ആരെയാന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. ദേ, അവൻ കുഴപ്പമുണ്ടാക്കും കേട്ടോ. Nirupama Krishnan, if you don't stop this strike right now, you will be expelled from this college. You can expel me, sir, but I won't leave till I see a computer lab here. ആ ആളെ കാണാനാ നീ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതെങ്കിൽ അങ്ങനെ ഒരാളിപ്പോ ഇല്ല സൂസൻ. അത് മനസ്സിലാവും. പക്ഷെ ഇനി അങ്ങോട്ടും അങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ല എന്നാ നീ പറയുന്നെങ്കിൽ അതെനിക്ക് മനസ്സിലാവില്ല. ഞാനൊന്ന് അച്ഛന്റെ മരണം, അച്ഛന്റെ ജോലി ഏറ്റെടുക്കൽ, കല്യാണം, കുട്ടി, പ്രാരാബ്ദം, ഇതൊന്നും അല്ലാതൊരു എക്സ്ക്യൂസ് ഉണ്ടെങ്കിൽ പറ, കേൾക്കാം. അതിനേക്കാൾ വലിയ എക്സ്ക്യൂസ് പറയാനുള്ളിടത്ത് നിന്ന് നിന്റെ പകുതി കാലിബർ ഉള്ള നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തിച്ചേർന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഹെഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഒഴിവഴു പറയുമ്പോൾ ആ യൂഷ്വൽ ക്ലീഷയൊക്കെ ഒഴിവാക്കി പറയണം. ഇപ്പോഴത്തെ നിന്നെ ഞാൻ കാണാതിരിക്കാനാ നീ ഇത്രയും നാൾ ഒളിച്ചു നടന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇപ്പോഴത്തെ നിന്നെ നിനക്ക് തന്നെ ഇഷ്ടമില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വപ്നം കാണാൻ നീ ഇടയ്ക്ക് എവിടെയോ വെച്ച് മറന്നുപോയി. നിരുപമ കൃഷ്ണൻ ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ളതിനൊരു തെളിവ് വേണം. ഒരു സിഗ്നേച്ചർ അവശേഷിപ്പിക്കാതെ കടന്നു പോകേണ്ട ആളല്ല നീ. ഏതെങ്കിലും ഒരു ഓഫീസിന്റെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ മാത്രം പതിയാനുള്ളതല്ല അത്. യുവർ ഡ്രീം is your signature. എനിക്കിനി ഉണ്ട്. 40കളുണ്ട്, 50കളുണ്ട്, 60കളും 70കളും ഉണ്ട്.
You are never too late to start. Never. നിന്നെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിച്ച നിരുപമ ജോക്സിന് പ്രത്യേകം താങ്ക്സ്. പക്ഷെ ഒരാളെ കണ്ട് തലകറങ്ങി വീഴുന്നതിലേക്കാണ് 15 വർഷത്തെ ശീലങ്ങൾ നിന്നെ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ ശീലങ്ങൾ നീ മാറ്റിയേ പറ്റൂ. അതിലാര് പെട്ടാലും എന്ത് പെട്ടാലും. പഴയ 20കാരി കണ്ട സ്വപ്നമാണിത്. അവളുടെ കയ്യൊപ്പാണിത്. അതിനുപയോഗിച്ച പേന ഒന്ന് പൊടിതട്ടിയെടുത്താൽ മാത്രം മതി. The world will begin to change for you. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Next, I call upon Nirupama Rajiv to take the stage. After 14 years. Head up, Nirupama Krishnan. All the best. താങ്ക്സ്. പക്ഷേ കൈ കഴുകാൻ മറക്കരുത്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്. കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. വൈറ്റമിൻ എ കണ്ണിന്, സി രോഗപ്രതിരോധ ശക്തിക്ക്, ബി കോംപ്ലെക്സ് നാഡീവ്യൂഹത്തിന്. പക്ഷെ അത് പഴയ കഥ. നമ്മുടെയൊക്കെ പൂർവികർ പറമ്പിലിറങ്ങി പണിയെടുത്തിരുന്ന കാലത്തോളം പഴക്കമുള്ള മുത്തശ്ശി കഥ. ആഴ്ചയിൽ 7 ദിവസവും എല്ലാ വൈറ്റമിനും നൽകിയിട്ടും മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും നമ്മുടെ കുട്ടിയുമായി ശിശുരോഗ വിദഗ്ധന്റെ അപ്പോയിന്റ്മെന്റിനായി നമ്മൾ കാത്തു നിൽക്കുന്നു. പനിക്കും ജലദോഷത്തിനും വിളർച്ചയ്ക്കും വയറുവേദനയ്ക്കും ഒക്കെ അദ്ദേഹം മരുന്ന് കുറിച്ച് തരുമ്പോൾ തൽക്കാലം അത് കുറയുന്നത് കണ്ട് നമ്മൾ ആശ്വസിക്കുന്നു. വീണ്ടും അടുത്ത മാസം അതേ ഡോക്ടറുടെ അടുത്ത് എത്തും വരെ. നമ്മുടെ ചെറുപ്പത്തിൽ എത്ര തവണ പോയിട്ടുണ്ട് നമ്മളൊരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത്? എത്ര തവണ ആബ്സെന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂൾ അറ്റൻഡൻസ് രജിസ്റ്ററിൽ? 2, അങ്ങേ അറ്റം 3. ഇന്ന് അതല്ല കണക്ക്. വൈറ്റമിൻ എന്ന് വിശ്വസിച്ച് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ അളവ് കാണാൻ കഴിയാത്തത്ര കുറവ്. അതിനേക്കാളേറെ ആ ഭക്ഷണത്തിലുള്ളത് വിഷമാണ്. ആത്മഹത്യയ്ക്ക് ഉപയോഗിക്കുന്ന ഫ്യൂരിഡാനും കാസർഗോഡ് മാത്രമാണുള്ളതെന്ന് നമ്മൾ കരുതുന്ന എൻഡോസൾഫാനും നീണ്ട ലിസ്റ്റിലെ 2 പേരുകൾ മാത്രം. വളർച്ച മുരടിക്കും, ഓർമ്മക്കുറവുണ്ടാകും, ഏകാഗ്രത നശിക്കും. മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത്. മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല. പൊള്ളാച്ചിയിലെ മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട്. കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ. കണക്കുകൾ അവിടെയും തീരുന്നില്ല. 50% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിലെ ക്യാൻസർ ബാധിതരുടെ വർധനാ നിരക്ക്. ഇവിടെ ഇന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കീമിയയ്ക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക്. ഇല്ല സർ, ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതിന് ആഹാരം നന്നാവണം. ആഹാരം നന്നാവണമെങ്കിൽ വേറെ ഒരു കുറുക്കുവഴിയുമില്ല. വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം. ഒരൊറ്റ ബാൽക്കണി, ഒരൊറ്റ ടെറസ്, അല്ലെങ്കിൽ 1/2 സെന്റ് ഭൂമി. ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം. ആർക്കും സാധിക്കും.
ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് 7-ാം ദിവസം 2000 പേർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു. വെറും 10 ടെറസിൽ നിന്ന്. ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വീടോ ഒരു ഫ്ലാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ. നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിൻ്റെ 100-1 സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക. ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ തന്നെ വീടുകളിൽ, നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം. ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ. 10,000 സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത്, നിങ്ങളോട് നന്ദി പറയുന്നത്. നമസ്കാരം. രാജ്യം മുഴുവൻ പരീക്ഷിക്കാവുന്ന ഈ പുതിയ ആശയങ്ങൾക്ക് പ്രചോദനമായത് നിരുപമ രാജീവ് എന്ന UD ക്ലർക്കാണ്. കാർഷിക രംഗത്തും ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന മഹത്തായ ഈ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകാൻ നിരുപമ രാജീവിനെ തന്നെ ചുമതലപ്പെടുത്തണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. അവരെനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടാണ് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഇവിടെ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പദ്ധതികൾക്ക് കാരണമായത്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരുപക്ഷെ കഴിഞ്ഞ 38 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബർത്ത്ഡേ. 2 വർഷം മുമ്പ് ഇതേ പേജിൽ അമ്മയെക്കുറിച്ചുള്ള പരിഹാസങ്ങൾ കണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേ പേജിൽ അമ്മയുടെ മകളായതിൻ്റെ പേരിൽ ഞാൻ ബഹുമാനിക്കപ്പെടുന്നു. വിഷമില്ലാത്ത ഭക്ഷണം തീന്മേശയിൽ എത്തിച്ചതിന് അമ്മയോട് നന്ദി പറയണമെന്ന് ഒരുപാട് പേർ എന്നെ പറഞ്ഞേൽപ്പിക്കുന്നു. ഭാവിയിൽ ആരെപ്പോലെ ആയി തീരണമെന്ന് ചോദിച്ചാൽ എനിക്കിന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നിരുപമ രാജീവിനെ പോലെ. താങ്ക് യു അമ്മ ഫോർ ബീയിങ് മൈ മദർ. ഇന്ന് അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണ്. ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ദിവസത്തെ അമ്മ എങ്ങനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. മറ്റേത് ചലഞ്ച് അമ്മ ഏറ്റെടുക്കുമ്പോഴും എനിക്ക് പേടി തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് അമ്മ പരാജയപ്പെട്ടു പോകുമോ എന്നൊരു അനാവശ്യ ഭയം എനിക്ക് തോന്നുന്നു. All my wishes are with her. Because today, she is meeting the Honorable President of India. നമസ്തേ. നമസ്തേ. ഇന്ന് അമ്മയോട് നിൽക്കുന്നത് ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പേരിലല്ല, അതിൻ്റെ ഉത്തരമായിട്ടാണ്. Excuse me, please. What's that? Sorry, my room key. Okay, please. രാജീവ്, ലക്ഷ്മി. വെൽക്കം. So, these are your winter vacations? Yes, sir. We'll be going back in 10 days. Do you miss your mother? She doesn't let me miss her. 2 years ago, I wanted to meet an ordinary woman who asked me an extraordinary question. I was disappointed. Today, I'm meeting the same woman to discuss how to take her vision forward nationally. You fainted, but you woke up and turned your lowest point into a starting point. Young man, you should be very proud of your wife. Tell me, in the last 2 years, which moment of your life has been the happiest? Now, this moment. I'm told you've resigned your job at the Revenue Office. Yes, sir. For a greater cause, is